ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിന റെസിപ്പിയാണ് കേട്ടോ. തിരുൾ ഒറോട്ടി എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. സ്റ്റീം ചെയ്തിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ തിരുൾ ഒറോട്ടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നോർമൽ ഫ്രൈയിങ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണ് ഫില്ലിങ് വേണ്ട അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുക കേട്ടോ. എങ്കിലേ ഫില്ലിങ്ങിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു തിരുൾ ഒറോട്ടിയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ചിക്കൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ കോരിയെടുക്കുന്നുണ്ട്. ചിക്കൻ കോരിയെടുത്തതിന് ശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഫില്ലിങ്ങിന്. എണ്ണ മാറ്റേണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സവാള നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സവാള കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് സമയം വഴറ്റിയെടുക്കണമെന്നില്ല. ഇടയ്ക്കൊന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒരു 1.25 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പേസ്റ്റാക്കി ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റില്ല കേട്ടോ. ചതച്ചെടുക്കുമ്പോൾ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ഏതാണ്ട് 1 മിനിറ്റോളം എന്തായാലും ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1-2 മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇല്ലേ, അത് ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ഓവർ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ കടിക്കാനൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു സവാളയും കാര്യങ്ങളൊക്കെ ഈ ചിക്കനിലൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് കുറക്കണ്ടെങ്കിൽ കുറക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണല്ലോ. അപ്പോൾ കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിൽ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും നമ്മുടെ ഫില്ലിങ്ങിന്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ ജീരകശാല അരിയാണ്. നമ്മൾ നെയ്ച്ചോറും തലശ്ശേരി ബിരിയാണിയൊക്കെ വെക്കുന്ന ആ സെയിം അരിയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവ് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ബസുമതി അരി എടുക്കുക, അല്ലെങ്കിൽ പച്ചരി ഉണ്ടല്ലോ നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ അരി എടുക്കുക, ഏതും എടുക്കുക കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഏറ്റവും ടേസ്റ്റ് കിട്ടുക ഈ ഒരു അരി വെച്ചിട്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും അരിക്ക്. അപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഒരു 1.5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഡയറക്റ്റ് മറിക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരി മുഴുവനായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ട മതി കേട്ടോ. ഒരുപാട് ചേർക്കേണ്ട. അതുപോലെ തന്നെ മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, അരയാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അത് നിങ്ങൾ ഏല് നോക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൂസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു മാവിൻ്റെത് നമ്മൾ ദോശനേക്കാളും കുറച്ചൊരു ലൂസ് തന്നെ ഇരുന്നോട്ടെ. ഈ ഒരു മാവ് എത്രത്തോളം ലൂസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ തിരുള റൊട്ടിക്ക് സോഫ്റ്റ് കൂടും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഓവർ ടൈറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഈ ഒരു ലൂസിനാണേ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഒരു തിരുള റൊട്ടി റെഡിയാക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ ഗീ തടവി കൊടുക്കണേ. പ്ലേറ്റിന് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് തടവി കൊടുക്കുക. ഗീ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കൂടും. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ അത് നിങ്ങൾ നോക്കുക, എത്രയാണോ സ്പൂണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പ്ലേറ്റിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ആറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് 1 മിനിറ്റ് ടു 2 മിനിറ്റേ വേണ്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ഓവർ ആറിയിട്ട് വരാനും പാടില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഫില്ലിങ് അതിൽ പിടിച്ച് കിട്ടില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ചിടണ്ട കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുത്താൽ മതി. എന്താ പറയുക, നമ്മളൊരു ചില്ലി ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1-2 സ്പൂണ് നമ്മുടെ ഫില്ലിങ് ജസ്റ്റ് ഒന്ന് കവറാകുന്ന രീതിയിൽ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിക്കണമെന്നില്ല, കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഫില്ലിങ് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓവർ കട്ടിയിൽ ഒഴിക്കാൻ നിൽക്കേണ്ട, അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് കുറച്ചൊന്ന് മുകൾ ഭാഗം ആറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. പക്ഷേ അടപ്പ് തുറന്നിട്ട് നമ്മളിതിൽ കൈയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറക്കണം. അല്ലെങ്കിൽ അറിയാലോ ആവി കൈക്ക് കയറി ഞാൻ ബിഗിനേഴ്സിനോട് വേണം കേട്ടോ പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് വീണ്ടും കണ്ടില്ല മുകൾ ഭാഗം ഒന്ന് ആറി വന്ന് ഒരു 1-2 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. 2 മിനിറ്റും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ലെയറായിട്ടാണോ ഇത് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളെ പ്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ് 12-15 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തിരുള റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എടുത്തിട്ടുള്ള കറക്റ്റ് 13 മിനിറ്റാണ് കേട്ടോ. എൻ്റെത് വെന്തിട്ടുണ്ട്. പിന്നെ ചിലവരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ച് സമയം കൂടുതലെടുക്കും. എന്തായാലും 15-16 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരുപോലെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് പ്ലേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടിക്ക് പിടിക്കുകയോ അങ്ങനെ അടിക്ക് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ നല്ലപോലെ ഗീ തടവി കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്നും പ്രശ്നമാക്കണ്ട, പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഗീ ഒന്ന് തടവി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കൂടുതലാണ് കേട്ടോ. അല്ലെങ്കിൽ ഗീ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ തടവി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഇതള റൊട്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണ്ടിക്ക് പറയാം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്